ഗുഡ് മോർണിംഗ്. സങ്കീർത്തനം 50 6-ാമത്തെ തിരുവചനം നമ്മളോട് പറയുന്നു, ആകാശം ദൈവനീതിയെ പ്രകീർത്തിക്കുന്നു, ദൈവം തന്നെയാണ് എല്ലാത്തിൻ്റെയും വിധികർത്താവ്. രാവിലെ ഞാൻ ഓർത്തു ഈ സങ്കീർത്തന വചനം ഉദ്ധരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരിക്കലേ ഒരു വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു ഡ്രൈവറെ വിളിച്ച് ചില കാര്യങ്ങളും ചില സന്ദർശനങ്ങൾക്കും ഞാൻ പോയി. ഒരു ദിവസം മുഴുവനും ഒരു ഊര് ചുറ്റി നടക്കുകയായിരുന്നു. വണ്ടിയുടെ സാങ്കേതിക പ്രശ്നം കൊണ്ട് അതിലുള്ള ഫ്യൂവല് തീരുന്നത് തിരിച്ചറിയാനാവാതെ സാമാന്യം തിരക്കുള്ള വഴിയുടെ നടുക്ക് വണ്ടി നിന്നുപോയി. അപ്പം ഡ്രൈവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി ഓയിൽ പോലും ഫ്യൂവല് പോലും അതിലില്ല. അപ്പം തൊട്ടടുത്ത് അത് വഴിയിലേക്ക് തള്ളി നീക്കുന്നത് കൊണ്ട് തടസ്സം സൃഷ്ടിക്കുന്നതുകൊണ്ട് മാറ്റിയിടാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കട നടത്തുന്ന ചെറിയൊരു തട്ടുകട പോലെ നടത്തുന്ന ഒരുത്തിനെ കണ്ടു. അവൻ വന്ന് സഹായിച്ചു. സൈഡിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അത് മാറ്റിയിട്ടു. അപ്പോൾ അതിന് ശേഷം അതിനകത്ത് പെട്രോൾ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുവേണ്ടി ഡ്രൈവർ പോയി തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലെ ചെന്നപ്പോൾ അവനോട് എന്തെങ്കിലും ഒരു കാലിക്കുപ്പിയോ വല്ലതും പെട്രോൾ മേടിക്കാൻ ചോദിച്ചാണ്. അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഈ ക്യാൻ തരാം, 10 ലിറ്ററിൻ്റെ ആണ്, നീ കാശ് കൊടുത്ത് വെറുതെ അത് ഇത് മേടിക്കണ്ട എന്നവനോട് പറഞ്ഞു. അതുകൂടാതെ പെട്രോൾ ഒഴിക്കാൻ പാകത്തിൽ അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിൽ അവൻ കട്ട് ചെയ്ത് ഓവ് പോലെയാക്കി അവനെ ഏൽപ്പിച്ചു. അപ്പം ഈ ആദ്യത്തെ ചെറുക്കൻ ആസാംകാരനാണെങ്കിൽ ഇയാൾ ഒരു ഇക്കായാണ്. അപ്പം നമുക്ക് മനുഷ്യരിൽ നിന്ന് വഴിയാത്രയ്ക്കിടയിൽ എന്തുമാത്രം സഹായങ്ങളാണ് കിട്ടുന്നതല്ലേ, നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് ഓർക്കുക. ദൈവത്തിൻ്റെ നീതി എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുക. ദൈവം അനുഗ്രഹിക്കട്ടെ.